ഹലോ മച്ചന്മാരെ, തുള്ളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയും നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളും എവിടെയൊക്കെ പോകുന്നു അവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൗദിയിലെ, ഇപ്പം ഞാൻ ഹൗസ് ഡ്രൈവറാണ്. അപ്പോൾ ഇവിടുത്തെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ അവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ഇപ്പം ചെയ്യുന്ന പരിപാടി. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളെല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് നമ്മുടെ കിങ്ങിണിപ്പൂച്ച എവിടെയാണെന്ന്. ശരിയാണ്, ഞാൻ വീഡിയോക്കകത്ത് എങ്ങും പറഞ്ഞില്ല. കിങ്ങിണിപ്പൂച്ച നമ്മളെ വിട്ട് പോയി. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റൂമിലൊരുത്തനുണ്ടായിരുന്നു, അവനെന്തോ അതിനെ ചെയ്തതാണ്. അതായത് ഞാൻ രാവിലെ അതിന് ഫുഡ് കൊടുത്തിട്ടും എല്ലാത്തിനും പോയതാണ്. നമ്മളെപ്പോഴും റൂമിൽ കാണത്തില്ല, ഈ ഓട്ടോ ആയതുകൊണ്ട്. അപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് അതിനൊരു വയ്യാഴിക കണ്ട്. ഞാൻ ഓർത്ത് ഇനി വെയിലൊക്കെ കൊണ്ടേ ആയിരിക്കും. അന്നേരം ഫുഡ് കൊടുത്തു, അന്നേരം ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഒട്ടും വയ്യ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. എന്നിട്ടും വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും അതിന് വയ്യാഴികയായി. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് അവൾ നമ്മളെ വിട്ട് പോയി. ശരിയാണ്, ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞില്ല. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. അതായത് ഇപ്പോൾ 2-3 കുറേ പേര് വന്ന് നമ്മുടെ കമൻറ്റിനകത്ത് ചോദിച്ചു കിങ്ങിണിപ്പൂച്ചയെ കാണാറില്ലല്ലോ എന്ന്. അപ്പോൾ ഇതാണ് കാരണം. അവളും കൂടെ പോയപ്പോൾ ആപ്പാടെ നമ്മളിവിടെ ഒറ്റപ്പെട്ട രീതിയായിപ്പോയി. നേരത്തെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ അവളോട് ഇരുന്ന് സംസാരിക്കും. നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പോട്ടെ, എന്തായാലും അവളെ നാട്ടിലൊക്കെ കൊണ്ടുവരാനൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെല്ലാം പേപ്പറും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ പോയി നിങ്ങൾ കണ്ടിട്ട് വാ. ഒന്നുകൂടെ പറയാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് വാ. ഒന്നും ചാടിത്തുള്ളി വരുന്നുണ്ടായിരുന്നല്ലോ, എവിടോട്ട് പോയി? സാധനം ചാടിത്തുള്ളി വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യത്? അതെവിടം വരെ പോയി? ഒരു ബോളായിരുന്നു, ബലൂണായിരുന്നു. അതേണ്ട കിടക്കും. അതുകൊണ്ട് അങ്ങ് അറ്റത്തുനിന്ന് വരുമായിരുന്നു അവളൊന്ന് അവിടുന്ന്. ഈ പറഞ്ഞു നോക്കി തീർന്നില്ല, അതുകൊണ്ട് അങ്ങ് ചെന്ന്. ഇത് പ്രേതമുണ്ടോ? അയ്യേ, എന്ത് പെട്ടെന്നാണ് പോകുന്നത്. അങ്ങ് ചെന്ന് അത് പോയോ? അതിന് വല്ല അങ്ങ് അപ്പുറത്തും എല്ലാം ചെല്ലുമായിരിക്കും. നമുക്ക് ഞാൻ ചെറുക്കനെ വിളിക്കാൻ പോകണം. ഇത് നമ്മുടെ ഒരു പഴയ വണ്ടിയാണ്. നമ്മുടെ ചേട്ടനില്ലേ ഷാലു, അണ്ണൻ്റെ വണ്ടിയാണിത്. അത് റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. ഗൈസ്, അപ്പം ഞാൻ എന്താ രാവിലെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കനെ കൊണ്ട് വന്നതാണ്. ഇവിടെ മൊത്തം നമ്മുടെ വണ്ടിപ്പണി നടക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ മായ ബസാറില്ലേ, അതിൻ്റെ അകത്ത് സ്ഥലം പോലെ. നമ്മുടെ ചെറുക്കൻ രാവിലെ ഒരു വയ്യായി വേണ്ട ചെറുക്കനെ എടുത്ത് അങ്ങ് പൊക്കി. അവൻ്റെ വീല് എന്തോ ജാം, ബ്രേക്കിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണ്, എനിക്കറിയാം. ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വർക്ക്ഷോപ്പിലോട്ട് പോന്നു. ഇനി ഇവിടുന്ന് എപ്പം കഴിയുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒരു കുപ്പി വെള്ളം അങ്ങ് മേടിച്ച്. ഇത് 2 റിയാൽ, നാട്ടിലെ 42 രൂപ. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. വണ്ടി അവിടെ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാണാം വണ്ടി അവിടെ. ഞാൻ ഇവിടെ റെസ്റ്റിംഗ് റൂമിലാണ്. അവർ പറഞ്ഞ് എന്തായാലും 2 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അത് കാരണം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഇതൊന്നും വരുത്തില്ലായിരുന്നേ. ഞാനിത് ചെറിയ സൗണ്ട് വന്നപ്പോഴേ ഞാൻ കഫീൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഓട്ടോ അറിയാമല്ലോ, റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി കിടന്നുകൂടി. അതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ കംപ്ലൈൻറ്റ്, അതായത് ഇപ്പം മൊത്തം തേഞ്ഞിരിക്കുന്നു. റോഡിൽ കൂടെ വരാൻ നേരത്ത് എന്തോ സൗണ്ടാണെന്നറിയോ, ആൾക്കാരെല്ലാം നോക്കുക. പിന്നെ രാവിലെ എങ്ങനെ കൊണ്ട് കയറ്റി. ഇനി ഇവിടുന്ന് ഇനി എപ്പോഴാണ് പോകുന്നത്? ഇനി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഇനിയും തുടങ്ങും.
ഇത് നേരത്തെ ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഹാൻഡ് ബ്രേക്കില്ലേ, ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് കൊണ്ടുപോയിട്ട് അത് റെഡിയാക്കിയില്ല. അപ്പോൾ അതേണ്ട മൊത്തം കൊലയോടെ മാറേണ്ടി വന്നു. നമ്മളെ കുഴപ്പമൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട് അന്നേരം നമ്മൾ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ വന്ന് അവർ വെള്ളമൊക്കെ തന്നു. എന്നോട് പറഞ്ഞു റൂമിനകത്ത് കയറിയിരുന്നു, AC ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ റൂമിനകത്ത് റെസ്റ്റ് ചെയ്യുന്നു. നീ എന്തോ പറഞ്ഞാൽ കഴിഞ്ഞിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. മേഡം എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ് വർക്ക്ഷോപ്പിലാന്ന് പറഞ്ഞു. ഇത് കുഴപ്പമില്ല, ഇങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി കിട്ടുമല്ലോ. 1 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്തോട്ടെ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെ സിനിമയില്ലേ മായാബസാർ. അതിൻ്റെ അകത്ത് അവരുടെ ഏരിയ ഇല്ലേ, അതുകൊണ്ട് മൊത്തം വണ്ടിപ്പണിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട്, പുതിയതും പഴയതും എല്ലാം. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ വെട്ടുപോകും. വെളിയിലോട്ട് ഇറങ്ങി ഏതോ ഒറ്റ വഴിയും കണ്ടേ ഉള്ളൂ, മൊത്തം കറങ്ങിപ്പോകും നമ്മൾ. പിന്നെ ഞാൻ രാവിലെ ഇങ്ങോട്ട് ലൊക്കേഷൻ നോക്കിയാണ് വന്നത്. തിരിച്ച് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ലൊക്കേഷൻ ഇട്ടിട്ടില്ല വെളിയിലോട്ട് ഇറങ്ങിപ്പോവാൻ. എന്തായി തീരുമെന്ന് നമുക്കറിയാം. ഇവിടെയൊക്കെ എല്ലാം തുറക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതാണ് തോണ്ട ഒരുത്തം കിടക്കുന്നു. ഓ ഗൈസ്, ഇതിനൊക്കെ സൗദിയിലൊക്കെ അപൂർവമാണ് കാണുന്നത്. നമ്മുടെ നാടൻ പട്ടികളെ അങ്ങനെ കാണാറില്ല. ഇതെന്തുവാണെന്നറിയില്ല. ഞാൻ കറങ്ങിത്തിരിഞ്ഞ് പഴയ സ്ഥലത്തോട്ട് തന്നെ ചെല്ലുവാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിലേക്ക് വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ കാണാത്തതും ഇഷ്ടത്തിന് വണ്ടികളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. എങ്ങനെയെങ്കിലും വെളിയിലൊന്ന് ചാടി കിട്ടിയാൽ മതി. മിക്കവാറും വീഡിയോ ഓഫ് ചെയ്യേണ്ടി വരും, ലൊക്കേഷൻ നോക്കേണ്ടി വരും. ലൊക്കേഷൻ നോക്കാതെ എങ്ങനെയും വെളിയിൽ ചാടാമെന്ന് നോക്കുമായിരുന്നു. മിക്കവാറും നമ്മൾ പെട്ട് ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കേണ്ടി വരും. നോക്കാം. കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ വണ്ടി പണിഞ്ഞെടുത്ത് തന്നെ വരുവാണല്ലോ. അല്ലല്ല, അപ്പുറത്തൊരു റോഡ് കാണുന്നുണ്ട്. ഇത് മിക്കവാറും ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന് കറങ്ങേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് എന്താ കുറച്ച് നല്ല വീഡിയോസ് കിട്ടിയേ. ഇനി എന്തായാലും ഞാൻ വെളിയിൽ ഒന്ന് ലൊക്കേഷൻ ഇട്ടാൽ വെളിയിൽ ചെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ശരി.
നമ്മുടെ ചെറിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇനി മടക്കി വന്നു. ഇതിനകത്ത് വെള്ളമുണ്ട്, ഇതിനി എങ്ങനെ കളയും? വെള്ളം പോകാൻ ഇവിടെ സാധനമുണ്ട്. ഇപ്പം ഗൈസ് ഇത് വെള്ളമൊക്കെ കയറങ്ങ് ഒന്ന് മടക്കി വെക്കട്ടെ. ഓക്കെ, ഇത് നമ്മളെ ഗ്യാസാണ്. ഗ്യാസ് ഇത് വെയിൽ, ഗ്യാസ് അത് വെള്ളമെല്ലാം കളഞ്ഞു വെച്ച് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ കമ്പും കോലുക. 1 2 3 4 5 6 അതവിടെ സേഫായി. നമുക്ക് റൂമിലോട്ട് പോകും. നമ്മുടെ റൂം എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പൊന്നെ, ഒരംഗം കഴിഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടില്ല, 11 കാർട്ടൂൺ വെള്ളം. ഇതുമായിട്ട് ഞാൻ തിത്തിത്തര കളിച്ചതാണ്. ഇനി പുറകെ ഗ്യാപ്പ് ഉണ്ടോയെന്ന് അതൊക്കെ ഓക്കെ. അപ്പം ഞാനിതൊന്ന് എടുത്ത് വെക്കട്ടെ. ഓക്കെ, ഗൈസ്, അപ്പം നമ്മൾ സാധനമെല്ലാം കയറ്റി വെച്ച് ഇനി പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകണം. അടുത്ത ഓട്ടം ഉണ്ട്. ഇവർക്കറിയാൻ പറ്റും നമ്മുടെ ഓട്ടം ഇത് ഇവിടെ കടയിലെ കാര്യങ്ങൾ കഴിഞ്ഞ്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ATM കാർഡാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൈസ കട്ടാകുമ്പോൾ അറിയാം അവിടുത്തെ പരിപാടി കഴിഞ്ഞെന്ന്. പിന്നെ ഉടനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എവിടായി. ഇനി എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ, വേറെ എവിടെ പോകാനുണ്ടെന്ന് തോന്നുന്നു അവർക്ക്. നമ്മൾ പിള്ളേരെ കൊണ്ടൊരു പാർക്കിൽ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ, കുറേ 2 വണ്ടികൾ കൊണ്ട് അഭ്യാസം. രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ, നല്ല സൗണ്ടാണ് ഇതിന്. ഇതവരുടെ കടയുടെ പ്രൊമോഷനാണ്. അവർ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവരുടെ കടയാണ്. സാധനം മേടിക്കാൻ വേണ്ടി അവർ ഇതിനൊക്കെ കാണിക്കുന്നു. അടുത്തൊരു ചെറുതും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ. കൂട്ടിയിടിച്ച് എന്തായാലും കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട്. നമ്മളെ ടൈമും പോകും. അപ്പം ഗൈസ്, ഈ സ്ഥലം ഒരിക്കലും മനസ്സിലായി? ആർക്കും മനസ്സിലായി കാണത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ഓണത്തിന് ഞാനും നമ്മുടെ കിങ്ങിണി പൂച്ചയില്ലേ, അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നില്ലേ, ആ സ്ഥലമാണ് ഈ പൊളിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ ഇത്ര വർഷം കൂടി ഇരിക്കുമ്പോൾ എല്ലാം പൊളിക്കണമെന്ന. അത് ചുമ്മാ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പൊളിച്ചിപ്പം നല്ല വലിയ ഗ്രൗണ്ട് പോലെ. ഇനി അടുത്ത ഉടനെ വരും എന്തെങ്കിലും ബിൽഡിങ്ങും കാര്യങ്ങളുമൊക്കെ. അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ മേടത്തിൻ്റെ കൂടെ വേറെ ലൊക്കേഷന് വന്നതാണ്.
ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് മണ്ടയ്ക്കൊരാൾ ഇരിപ്പുണ്ട്, കണ്ടോ? ഓ, അവിടെ ഇരിക്കുന്ന കണ്ടോ? ഇത് കൊള്ളാം എന്തായാലും. അവൻ അവിടെ ഇന്ന് കറക്റ്റ് കണ്ടില്ലേ, അതിന് മണ്ടയ്ക്ക് ലെവലായിട്ട് തന്നെ വെക്കും. കണ്ടോ, പക്ക ലെവലായിട്ട് തന്നെ. എന്തായാലും ഇത് നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇനി നല്ല നല്ല വീഡിയോസ് എല്ലാം നമുക്ക് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരിക്കൽ കാണാം. ഓക്കെ.